വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലിയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 186. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ച പറയൂ നബിയെ, ഞാൻ ഇവിടെ സമീപസ്ഥനാണെന്ന്, ഞാൻ ജീവനാടിയേക്കാളും അടുത്തവനാണെന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറ നബിയെ. കണ്ടോ, അങ്ങനെ പറയുന്ന കരുണാമയനായ റബ്ബ്, ആ റബ്ബിനെ വിട്ടിട്ടാണ് ഖുത്ബിയത്ത് നടത്തുന്നത്. ഈ നാട്ടിൽ ഖുത്ബിയത്ത് നടത്താറുണ്ട്. ഖുത്ബിയത്ത് എന്താണെന്നറിയോ? ഒഴിഞ്ഞിരുന്നിട്ട് മൊയ്തീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കുന്ന ശിർക്ക്. 1000 വട്ടം 1000 വട്ടം പടച്ചോൻ ഒഴിഞ്ഞിരുന്ന് ഈ പുല്ലാളൂരെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ജീവിച്ച പുത്തനത്താണിയില് അവിടെ പല കുത്താറാത്തീബ് ഇവിടെയും നടക്കുന്നുണ്ട്. ഈ നാട്ടില് കുത്താറാത്തീബ്. എന്താ കുത്താറാത്തീബ്? ബുഖാരിയിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇങ്ങനെ കളിക്കുന്നുണ്ടോ? ഇതെന്താ കളി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കളിച്ച ഹദീസിലുണ്ടോ? ഉണ്ടോ? ഇനി ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ പറയാണ്. കുത്താറാത്തീബ് നടത്തുന്നവരോട് അടുത്ത കുത്താറാത്തീബിന് നിങ്ങൾ എന്നെ ക്ഷണിക്കണം. മുജാഹിദ് ബാലുശ്ശേരിനെ ഞാൻ കൊണ്ടുവരും കത്തി, ഞാൻ കുത്തും. ഒറ്റ കുത്തിന് മൗത്താക്കി എടുത്തരും, കിടത്തി എടുത്തരും. ഒറ്റ കുത്തിന് ഡിപ്പാർട്ട്മെന്റും കോടതിയും ജയിലിലും ഒക്കെ നിങ്ങൾ എന്ത് പറയണം? മുജാഹിദ് ബാലുശ്ശേരിന്റെ കുത്തേറ്റ് മരിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. ഒറ്റ കുത്തിന് കുത്താറാത്തീബ് നടത്തുമ്പോൾ ഞാൻ കൊന്നു തരും. ഒറ്റ കുത്തിന് ബീദിനില്ല. ജനങ്ങളെ ചതിക്കുകയാണല്ലോ, ജനങ്ങളെ ചതിക്കുക. കുത്താറാത്തീബ് എന്ന ശുദ്ധ പൈശാചികതയാണ്, തട്ടിപ്പാണ്. ഞങ്ങൾ വിളിച്ചോട്ടെ, കുത്താറാത്തീബ് ദീനാണെങ്കിൽ വെളിച്ചപ്പാട് ദീനല്ലേ? ഞാൻ പറഞ്ഞു അടുത്ത കുത്താറാത്തീബ് നിങ്ങൾ എന്നെ വിളിച്ചോ, കത്തി ഞാൻ കൊണ്ടുവരും, ഞാൻ കുത്തും. ആരെ കുത്തേണ്ടത് നിങ്ങൾ കാണിച്ചു തന്നാൽ ഓൻ പിന്നെ ജീവിതത്തിൽ ജീവിച്ചിരിക്കില്ല, ഓൻ രക്ഷപ്പെടില്ല. ഈ സമൂഹം രക്ഷപ്പെടണം. സുഹൃത്തുക്കളെ, പരാക്രമമാണ്, തോന്നിയാസമാണ്, അങ്ങനെ ഒന്നില്ല. കുത്താറാത്തീബ് പോയിട്ടൊരു കത്തി, അതറിയോ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ വിധി എന്താ? ഒരു കത്തി മൊന കാണിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന പാടില്ല. ഒരുത്തന്റെ നേരെ കത്തി ചൂണ്ടാൻ പാടില്ല. ആകാശത്തിന്റെ പട്ടാളോനെ ശപിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വാൽത്തലപ്പ് പോലും റോട്ടിലൂടെ കൊണ്ടാൻ പാടില്ല. ഇസ്ലാം അതാ പഠിപ്പിച്ച്. ഒരു കത്തി മനുഷ്യന്റെ, നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയോ? കുത്താറാത്തീബിൽ രക്തം പൊടിയുന്നുണ്ടല്ലോ. ഒരു ഹദീസ് കേട്ടോളി നിങ്ങൾ. റസൂലുള്ളാഹി പറയാണ്, ഒരു മുസ്ലിമിന്റെ ശരീരത്തിൽ നിന്ന് ചോര കത്തിയോണ്ട് കുത്തിയിട്ട് പൊടിയാന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും നഷ്ടപ്പെടുന്നതിനേക്കാളും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം ഒരു മുസൽമാന്റെ ശരീരത്തിൽ നിന്ന് ചോര വിട്ടലാണ്. ഹദീസ. എങ്കിൽ കുത്താറാത്തീബ് മുഹമ്മദ് നബി പഠിപ്പിച്ച ദീനിനെതിരാ. അത് നിങ്ങൾ ഉണ്ടാക്കിയ മതാ. ഇനി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവൻ കരിങ്കല്ലിനെ ആരാധിക്കുന്നുണ്ടോ? കരിങ്കല്ലിനെ ആരാധിക്കുന്നുണ്ടോ? കരിങ്കല്ലിനെ ഇല്ല. ലോകത്തൊരൊറ്റ ഹിന്ദുവും കരിങ്കല്ലിനെ ആരാധിക്കുന്നില്ല. ഇല്ല, ഇല്ല. എന്നാ മുസ്ലിങ്ങൾ കരിങ്കല്ലിനെ ആരാധിക്കുന്നില്ലേ? ഉണ്ട്. വെറും ഒരു കരിങ്കല്ലിനെ, നാട്ടുകല്ലിൽ, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നാട്ടുകല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നാട്ടുകല്ല്, ഒരു പച്ച കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ വെറും കരിങ്കല്ല്. പച്ച എന്ന് പറഞ്ഞാൽ അതിന് പച്ച നിറണ്ട് എന്നല്ല, വെറും ഒരു കരിങ്കല്ല്. ഹൈന്ദവര് പോലും ഒരു പ്രതിമ കല്ലുകൊണ്ട് ഉണ്ടാക്കിയാൽ അതിലൊരു മഹാൻ ഉണ്ടാവും. ഒരു മഹാന്റെ പ്രതിമയാണ്. പാലക്കാട് നാട്ടുകല്ലിലെ കല്ല്, നാട്ടുകല്ലുന്നാ ആ കല്ലാണ് ഔലിയ. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞത് എന്താ അറിയ നിങ്ങള്? ആ കല്ലുണ്ടല്ലോ അവിടെ ഇങ്ങനെ കുത്തനക്കണേ, ആ കല്ല് ചുറ്റിക്കൊണ്ട് ഞാൻ പൊട്ടിച്ചിരും. ചുറ്റി എൻ്റെ കയ്യിൽ തന്നാൽ മതി. കുറച്ച് സമയം എടുത്ത് പൊട്ടിച്ചു നുറുക്കി ചില്ലിയാക്കി ഏതെങ്കിലും ഒരു സക്കാഫിന്റെ വീട്ടിൽ മുറ്റത്ത് വിതറ. ഒരു കൂഞ്ഞും സംഭവിക്കില്ല അവിടെ, ഒരു കൂഞ്ഞും. ആ കല്ല് ഞാൻ പൊട്ടിച്ചേരാ, അതിലൊന്നുമില്ല, തട്ടിപ്പ്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കണം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലൊരു പരിപാടി വരല് മുമ്പുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ എനിക്കറിയില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിലൊരു പരിപാടിയാണ്, നിങ്ങൾക്ക് കേൾക്കാം. കുറ്റിപ്പുറത്തിന്റെയും വളാഞ്ചേരിന്റെയും ഇടയ്ക്ക് ഒരു ചോന്ന കബറുണ്ട്, റോഡ് സൈഡിൽ, കണ്ടിട്ടുണ്ടാവും. അവിടെ PWD റോഡ് വികസിപ്പിക്കാൻ ശ്രമിച്ചു. റോഡ് വികസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായിന്ന് അറിയുന്നത്? PWD ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഈ കബറിന്റെ അടുത്ത് കൊത്തി. അന്ന് ഈ ചോന്നതൊന്നുമില്ല. ഈ ഏഷ്യാനെറ്റിൽ വന്നാട്ടോ കണ്ടത്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള പരിപാടിയിൽ. അങ്ങനെ പിക്കാസ് കൊണ്ട് ഉദ്യോഗസ്ഥർ കൊത്തിയപ്പോ അങ്ങനെയുണ്ടല്ലോ, ഇളനീരിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ചെത്തുമ്പോ എന്താവും? ഇളനീര് മുഖത്തേക്ക് ഇങ്ങനെ ചീറ്റിയല്ലോ, അതുപോലെ പിക്കാസ് ഇങ്ങനെ വെക്കുമ്പോഴേക്ക് ചോരം കെട്ട് തെറിച്ചത്ര. ഫ്രഷ് ഔലിയ, ഫ്രഷ് ഔലിയന്റെ ചോരം കെട്ട് തെറിച്ച്. എന്നിട്ട് പറയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ 6 അടി
കബർ കുഴിച്ചിട്ടാണ് മുസ്ലിങ്ങളെ കബറടക്കുക. സത്യമല്ലേ? കേരളത്തിൽ മത്തി പൊരിക്കാൻ എങ്ങനെ വെക്കല്? മത്തി പൊരിക്കാൻ എങ്ങനെ? ചട്ടീൻ്റെ മേലെ എണ്ണ ഒഴിച്ചിട്ട് അവിടെ അതിന് കൊത്തിയ കൊത്തുള്ളൂല്ലേ? കൊള്ളൂ. അത് 6 അടി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ പിക്കാസ് കൊണ്ട് കൊത്തുള്ളൂ. അപ്പം ഈ ഔലിയന ശരിക്കും എന്താ ചെയ്ത്? റോട്ടുമ്മൽ ഇങ്ങനെ കിടത്തിയിട്ട് മണ്ണ് മേലെ ഇങ്ങനെ ഇട്ട്. അങ്ങനെയാണോ? അങ്ങനെയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ അന്ന് ആ നാട്ടിൽ പോയിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ കബറും ഞാൻ പൊളിച്ചു തരാം, അതിലൊരു കൂഞ്ഞുമില്ല. തെളിയിക്കാൻ സമസ്ത വെല്ലുവിളിക്കുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുമായി കേരളത്തിലൊരു വെല്ലുവിളി. ആ ദർഗയിൽ എന്തിൻ്റെങ്കിലും ഒരു അവശിഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണിയുണ്ട്. ധൈര്യം ഉണ്ട് നിങ്ങൾക്ക്, നമുക്കതൊന്ന് പൊളിക്കാം. അത്ര വലിയ ചതി